നമസ്കാരം. 24-ന്റെ വാർത്താ പ്രഭാതത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് സെപ്റ്റംബർ 9 തിങ്കളാഴ്ചയാണ്. ചിങ്ങം 24. 4 ദിവസമായി കുടിവെള്ളം മുടങ്ങിയ തിരുവനന്തപുരം നഗരപരിധിയിൽ ജലവിതരണം ഭാഗികമായി പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. ഇന്ന് ഉച്ചയോടെ എല്ലായിടങ്ങളിലേക്കും ജലവിതരണം പൂർണ്ണമായി എത്തും എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലായി ലഭ്യമാകുന്ന വിവരം. സർക്കാരിനെതിരെ വിമർശനം കടുപ്പിക്കുന്നുണ്ട് പ്രതിപക്ഷം. അതടക്കം വളരെ പ്രധാനപ്പെട്ട വാർത്തകൾ കാത്തിരിക്കുന്നുണ്ട് വരുന്ന മണിക്കൂറിൽ. ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു 100 ന്യൂസാണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. കുടിവെള്ളം മുടങ്ങിയ തിരുവനന്തപുരം നഗരപരിധിയിൽ ജലവിതരണം ഭാഗികമായി പുനഃസ്ഥാപിച്ചു. ഉച്ചയോടെ എല്ലായിടങ്ങളിലും ജലവിതരണം പൂർണ്ണസജ്ജമാക്കിയേക്കും. സർക്കാരിനെതിരെ വിമർശനം കടുപ്പിച്ചു പ്രതിപക്ഷം. കുടിവെള്ള പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ നഗരസഭാ പരിധിയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. നടന്മാർക്കെതിരെ കൊച്ചിയിൽ രജിസ്റ്റർ ചെയ്ത ലൈംഗികാതിക്രമ കേസുകളുടെ അന്വേഷണ പുരോഗതി വിലയിരുത്താൻ പ്രത്യേക അന്വേഷണ സംഘം യോഗം ചേരും. ജാമ്യം ലഭിച്ച മുകേഷ്, ഇടവേള ബാബു എന്നിവരുടെ കേസുകളിൽ സ്വീകരിക്കേണ്ട തുടർ നടപടികൾ ചർച്ചയാകും. മുകേഷിനെ ഉടൻ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചേക്കും. നടൻ നിവിൻ പോളിക്കെതിരായ കേസിൽ പരാതിക്കാരിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തും. മുഹമ്മദ് ആട്ടൂർ തിരോധാന കേസിൽ അന്വേഷണം ഏറ്റെടുത്ത് ക്രൈംബ്രാഞ്ച്. അന്വേഷണ സംഘം ഇന്ന് കുടുംബത്തിന്റെ മൊഴിയെടുക്കും. കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് പോലീസിനുണ്ടായ വീഴ്ചകൾ ക്രൈംബ്രാഞ്ചിന് ഇന്ന് കുടുംബം പരാതിയായി നൽകിയേക്കും. സംസ്ഥാനത്ത് ഇന്നും ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. 7 ജില്ലകളിൽ യെല്ലോ അലർട്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ല. വടകര കാഫിർ സ്ക്രീൻഷോട്ട് വിവാദവുമായി ബന്ധപ്പെട്ട ഹർജി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. കേസിൽ വ്യാജരേഖ ചമയ്ക്കൽ കുറ്റവും ഉൾപ്പെടുത്തിയെന്ന് പോലീസ് കഴിഞ്ഞ ദിവസം കോടതിയെ അറിയിച്ചിരുന്നു. കാഫിർ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചതിൽ പോലീസ് അന്വേഷണം കാര്യക്ഷമമല്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പ്രതിയും യൂത്ത് ലീഗ് നേതാവുമായ PK മുഹമ്മദ് ഖാസിമിന്റെ ഹർജി. വടകര കാഫിർ സ്ക്രീൻഷോട്ട് വിവാദത്തിൽ കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് ലീഗ് നടത്തുന്ന 2 ദിവസത്തെ ലോങ് മാർച്ച് ഇന്ന് അവസാനിക്കും. താഴങ്ങാടിയിൽ നിന്ന് ആരംഭിച്ച് വടകര SP ഓഫീസിൽ സമാപിക്കുന്ന മാർച്ച് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം ഉദ്ഘാടനം ചെയ്യും. കൊൽക്കത്തയിലെ ആർജിക്കർ ആശുപത്രിയിൽ യുവവനിതാ ഡോക്ടർ ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട സംഭവം സുപ്രീം കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. CBI സമർപ്പിക്കുന്ന പുതിയ സ്ഥിതിവിവര റിപ്പോർട്ട് കോടതി വിലയിരുത്തും. GST കൗൺസിൽ 54ാമത് യോഗം ഇന്ന് ഡൽഹിയിൽ ചേരും. 2000 രൂപയിൽ താഴെയുള്ള ഇടപാടുകളിൽ പേയ്മെന്റ് അഗ്രിഗേറ്റഡ് പ്ലാറ്റ്ഫോമുകൾക്ക് 18% GST ഏർപ്പെടുത്തുന്നതിനുള്ള ശുപാർശ യോഗം ചർച്ച ചെയ്യുമെന്ന് റിപ്പോർട്ട്. സംസ്ഥാന ധനമന്ത്രി KN ബാലഗോപാലും യോഗത്തിൽ പങ്കെടുക്കും. മറയൂർ കാന്തല്ലൂരിൽ കാട്ടാനിറങ്ങിയ വിവരം വിളിച്ചറിയിച്ച ആൾക്ക് ദുരനുഭവം നേരിട്ട സംഭവത്തിൽ വനംവകുപ്പ് പ്രാഥമിക അന്വേഷണം നടത്തി. ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർക്കെതിരെ തൽക്കാലം നടപടിക്ക് സാധ്യതയില്ല. അതേസമയം മറയൂർ, കാന്തല്ലൂർ മേഖലകളിൽ തമ്പടിച്ചിരിക്കുന്ന കാട്ടാനകളെ തുരത്താൻ പ്രത്യേക ദൗത്യം നടത്തുമെന്ന് മറയൂർ DFO. മഞ്ഞപ്പിത്ത ഭീതി ഒഴിയാതെ കോഴിക്കോട് കൊമ്മേരി. പുതുതായി 5 പേർക്ക് കൂടി രോഗം സ്ഥിരീകരിച്ചു. ചികിത്സയിലുള്ളത് 47 പേർ. നോക്കാം ഇനി കേരളത്തിലെ പ്രധാന വാർത്തകൾ. കാസർഗോഡ് കറന്തക്കാട് മധൂർ PWD റോഡിൽ മീപ്പുകുരിയിൽ ഭാഗത്ത് വെള്ളം കെട്ടിക്കിടക്കുന്നത് ദുരിതമാകുന്നു. മഴ പെയ്താൽ റോഡ് ചെളിക്കുളമാകുന്ന അവസ്ഥ. കാൽനട യാത്ര പോലും സാധ്യമല്ലാത്ത സ്ഥിതിയെന്ന് പ്രദേശവാസികൾ. കണ്ണൂർ ചക്കരക്കലിൽ കമുക് കർഷകർ ദുരിതത്തിൽ. കമുകിന് മഞ്ഞളിപ്പ് രോഗം വ്യാപിക്കുന്നതാണ് പ്രതിസന്ധിക്ക് കാരണം. അഞ്ചരക്കണ്ടി, ചെമ്പിലോട്, മുണ്ടേരി മേഖലകളിലാണ് കൂടുതൽ രോഗവ്യാപനം. കണ്ണൂർ ചുണ്ട പെയ്യക്കടവ് റോഡിൽ ദുരിതയാത്ര. മഴ പെയ്താൽ റോഡ് ചെളിക്കുളമാകും. ചുണ്ടയിൽ നിന്ന് തേജസ്വിനി പുഴയിൽ എത്താനുള്ള റോഡ് കൂടിയാണിത്. റോഡ് നവീകരിക്കാൻ നടപടി വേണമെന്ന ആവശ്യം ശക്തം. കണ്ണൂർ പഴയങ്ങാടി സംസ്ഥാന പാതയിൽ ഗതാഗതക്കുരുക്ക് അതിരൂക്ഷം. പഴയങ്ങാടി താവം റെയിൽവേ മേൽപ്പാലം വഴിയാണ് ഗതാഗതക്കുരുക്ക് പതിവാകുന്നത്. തിരക്കേറിയ പഴയങ്ങാടി ടൗണിലെ സീബ്ര ലൈനുകളിലൂടെ യാത്രക്കാർക്ക് കടക്കാൻ കഴിയുന്നില്ല എന്നും പരാതി. മലപ്പുറം മരുതയിലും മണിമൂളിയിലും കാട്ടാനശല്യം രൂക്ഷം. വ്യാപകമായി കൃഷി നശിപ്പിച്ചു. കാട്ടാനശല്യത്തിന് ശാശ്വത പരിഹാരം വേണമെന്ന് കർഷകർ. പാലക്കാട് കാഞ്ഞിരം ആനമുളി റോഡ് തകർച്ചയുടെ വക്കിൽ. അട്ടപ്പാടിയിൽ നിന്ന് പാലക്കാട് ഭാഗത്തേക്കെത്താൻ ഏറെ പേർ ആശ്രയിക്കുന്ന റോഡിനാണ് ഈ ദുരവസ്ഥ. റോഡ് നവീകരിക്കാൻ നടപടി വേണമെന്ന് ആവശ്യം. അടച്ചിട്ടിരിക്കുന്ന തൃശൂർ അതിരപ്പള്ളി വാതക ശ്മശാനത്തിന്റെ പ്രവർത്തനം പുനരാരംഭിക്കണമെന്ന് BJP പഞ്ചായത്ത് മണ്ഡലം കമ്മിറ്റി ആവശ്യപ്പെട്ടു.
നിലവിൽ പഞ്ചായത്തിൽ മരണം സംഭവിച്ചാൽ ചാലക്കുടി മുനിസിപ്പാലിറ്റി, മേലൂർ എന്നിവിടങ്ങളിലെ ശ്മശാനങ്ങളെയാണ് ആശ്രയിക്കുന്നത്. ഖാദി ഗ്രാമ വ്യവസായ ബോർഡ് തൃശൂർ പൂപ്പത്തിയിൽ നിർമ്മിക്കുന്ന നെയ്ത്ത് കേന്ദ്രത്തിന്റെ നിർമ്മാണം പാതി വഴിയിൽ നിലച്ചു. ചെലവഴിച്ച തുക ലഭിക്കാത്തതിനെ തുടർന്ന് കരാറുകാരൻ നിർമ്മാണം ഉപേക്ഷിച്ചതാണ് പ്രതിസന്ധിക്ക് കാരണം. തൃശൂർ കാൽവരിക്കുന്നിൽ റെയിൽവേ അടിപ്പാത നിർമ്മിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. ആളൂർ പഞ്ചായത്തിലെ 5 വാർഡുകളിലെ താമസക്കാർ റെയിൽപാത മുറിച്ചു കടക്കുന്നതിന് അടിപ്പാത നിർമ്മിക്കണമെന്ന ആവശ്യവുമായി നിവേദനത്തിൽ ഒപ്പിട്ടു. എറണാകുളം വല്ലാർപാടം ബോൾഗാട്ടി സമാന്തര പാലത്തിന്റെ നടപ്പാത കാട് കയറിയ നിലയിൽ. നിരന്തരം എത്തുന്ന ട്രെയിലർ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾക്കിടയിലൂടെയാണ് കാൽനടയാത്രക്കാരുടെ സഞ്ചാരം. നടപ്പാത സുരക്ഷിതമാക്കാൻ നടപടി വേണമെന്ന് ആവശ്യം. എറണാകുളം കുമ്പളങ്ങിയിൽ തെരുവുനായ ശല്യം അതിരൂക്ഷം. കാൽനടയാത്രക്കാർക്ക് ഭീഷണിയെന്ന് പരാതി. തെരുവുനായ ശല്യത്തിന് ശാശ്വത പരിഹാരം വേണമെന്ന് ആവശ്യം. ശാന്തിഗിരി ആശ്രമം സ്ഥാപക ഗുരു നവജ്യോതി ശ്രീ കരുണാകര ഗുരുവിന്റെ 98ാമത് ജന്മദിനം ആഘോഷിച്ചു. ആശ്രമം പ്രസിഡന്റ് സ്വാമി ചൈതന്യജ്ഞാന തപസ്വി ധ്വജാരോഹണം നിർവഹിച്ചു. തുടർന്ന് ഗുരുഭക്തർ താമരപ്പർണശാലയിൽ പുഷ്പസമർപ്പണം നടത്തി. പൊതുസമ്മേളനം കേന്ദ്ര ന്യൂനപക്ഷ സഹമന്ത്രി ജോർജ് കുര്യൻ ഉദ്ഘാടനം ചെയ്തു. മുൻ കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ മുഖ്യപ്രഭാഷണം നടത്തി. കടകംപള്ളി സുരേന്ദ്രൻ MLA അധ്യക്ഷനായി. ആശ്രമം പ്രസിഡന്റ് സ്വാമി ചൈതന്യജ്ഞാന തപസ്വി, ജനറൽ സെക്രട്ടറി സ്വാമി ഗുരുരത്നം ജ്ഞാന തപസ്വി, പാളയം ഇമാം ഡോക്ടർ VP ഷുഹൈബ് മൗലവി, ചെമ്പഴന്തി ഗുരുകുല മഠാധിപതി സ്വാമി അഭയാനന്ദ തുടങ്ങി വിവിധ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക മേഖലയിലുള്ളവർ പങ്കെടുത്തു. കോതമംഗലം തീർത്ഥാടനത്തിന്റെ വിളംബര റാലി തിരുവനന്തപുരം സെന്റ് പീറ്റേഴ്സ് കത്തീഡ്രലിൽ മന്ത്രി വി ശിവൻകുട്ടി ഫ്ളാഗ് ഓഫ് ചെയ്തു. ചടങ്ങിൽ സെന്റ് പീറ്റേഴ്സ് കത്തീഡ്രൽ വികാരി ഫാദർ അനീഷ് ടി വർഗീസ്, കോതമംഗലം മാർത്തോമാ ചെറിയപള്ളി സഹവികാരി ഫാദർ ബേസിൽ ഇട്ടിയാനിക്കൽ എന്നിവർ പങ്കെടുത്തു. വയനാട് ബൈക്കേഴ്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ റെസ്പോൺസിബിൾ ടൂറിസം റീബിൽഡിംഗ് കൾച്ചർ എന്ന ക്യാമ്പയിന്റെ ഭാഗമായി കൽപ്പറ്റ മുതൽ ബത്തേരി വരെ കമ്മ്യൂണിറ്റി സൈക്കിൾ റൈഡ് നടത്തി. ഗ്രാൻഡ് ഐറിസ് ഹോട്ടൽ ബത്തേരിയും രാജരാജേശ്വര കോളേജും സംയുക്തമായാണ് റാലി നടത്തിയത്. കോട്ടയത്ത് അദ്വൈത് ഫാമിലി വെൽഫെയർ സൊസൈറ്റിയുടെ 15ാമത് വാർഷികവും കുടുംബ സൗഹൃദ കൂട്ടായ്മയും സംഘടിപ്പിച്ചു. ചടങ്ങിൽ സംഘം പ്രസിഡന്റ് MS ജയൻ അധ്യക്ഷനായി. പുതുപ്പള്ളി SNDP ബ്രാഞ്ച് സെക്രട്ടറി VM രമേശ് ഓണക്കിറ്റ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. സംഘം സെക്രട്ടറി VM സുഭാഷ് സമ്മാന വിതരണം നടത്തി. വൈസ് പ്രസിഡന്റ് CP ചന്ദ്രശേഖരൻ, ജോയിന്റ് സെക്രട്ടറി അരുൺ P രാജൻ എന്നിവർ പങ്കെടുത്തു. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ രക്ഷാകരങ്ങളായ സന്നദ്ധ സംഘടനകളെയും വിവിധ സേനാ വിഭാഗങ്ങളെയും വകുപ്പുകളെയും മാധ്യമ സ്ഥാപനങ്ങളെയും ഇന്ന് വയനാട് പ്രസ് ക്ലബ്ബും കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയും സംയുക്തമായി ആദരിക്കും. കരുതലായവർക്ക് സ്നേഹാദരം എന്ന പേരിൽ ഉച്ചയ്ക്ക് 2 മണി മുതൽ ചുണ്ടേൽ സെന്റ് ജൂഡ് പാരിഷ് ഹാളിലാണ് ചടങ്ങ്. ചുണ്ടേൽ ടൗണിൽ നിന്നും വാദ്യഘോഷങ്ങളുടെയും പുഷ്പവൃഷ്ടിയുടെയും അകമ്പടിയോടെ ആദരിക്കുന്നവരെ പാരിഷ് ഹാളിലേക്ക് വരവേൽക്കും. കഥകളിയുടെ ജന്മനാടായ കൊട്ടാരക്കരയിൽ മൈലം MGM സ്കൂളിന്റെ 30ാം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് നടന്ന ആഘോഷ പരിപാടികളിൽ പങ്കെടുക്കാനെത്തിയ ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ളയെ സ്വീകരിക്കാൻ അച്ഛനും മകളും കഥകളി വേഷത്തിലെത്തിയത് കൗതുകമായി. MGM സ്കൂളിലെ +2 വിദ്യാർത്ഥിയായ ദുർഗാറാമാണ് അച്ഛനായ കൊച്ചുപാറയ്ക്കൽ അനിൽകുമാറിനെ കഥകളി വേഷത്തിൽ ഒരുക്കി എത്തിച്ചത്. തൃശൂർ കോർപ്പറേഷനും ദേശീയ ആയുഷ് മിഷനും അയ്യന്തോൾ ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയും സംയുക്തമായി വയോജന മെഡിക്കൽ ക്യാമ്പ് നടത്തി. ഒളരി ഡിവിഷൻ കൗൺസിലർ സജിത ഷിബു ഉദ്ഘാടനം ചെയ്തു. HMC മെമ്പറായ K ബാബു, മോഹനൻ എന്നിവർ ആശംസകൾ അറിയിച്ചു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് സൈക്കാട്രി വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ നാളെ ലോക ആത്മഹത്യാ പ്രതിരോധ ദിനാചരണം സംഘടിപ്പിക്കും. മെഡിക്കൽ കോളേജ് ക്യാമ്പസിലെ ഡി അഡിക്ഷൻ സെന്ററിൽ നടക്കുന്ന പരിപാടി മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ലിനറ്റ് മോറിസ് ഉദ്ഘാടനം ചെയ്യും. തിരുവനന്തപുരം വർക്കലയിൽ സഹോദരങ്ങൾ തമ്മിലുള്ള വഴക്കിനിടെ മരണം. വർക്കല കാരാത്തല സ്വദേശി അജിത്താണ് മരിച്ചത്. സഹോദരൻ അനീഷിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. എറണാകുളം കടമക്കുടി മുറിക്കൽപ്പുഴയിൽ സുഹൃത്തുക്കൾക്കൊപ്പം കുളിക്കാനിറങ്ങിയ യുവാവ് മുങ്ങി മരിച്ചു. ചെമ്പുമുക്ക് സ്വദേശി അനൂപ് ചന്ദ്രനാണ് മരിച്ചത്. ഫയർഫോഴ്സും പോലീസും ചേർന്ന് നടത്തിയ തെരച്ചിലാണ് മൃതദേഹം കണ്ടെത്തിയത്. കൊല്ലം റൂറൽ SP-യുടെ ഡ്രൈവറിന്റെ മാതാവിനെ വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. കടക്കൽ സ്വദേശി സുധമ്മയാണ് മരിച്ചത്. മൃതദേഹം കടക്കൽ താലൂക്ക് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന് ഇന്ന് 88ാം പിറന്നാൾ. കണിച്ചുകുളങ്ങരയിലെ വസതിയിൽ പ്രത്യേകം തയ്യാറാക്കിയ പന്തലിൽ 3 ദിവസങ്ങളിലായി നടക്കുന്ന പൂജ ആരംഭിച്ചു.
ഇന്ന് രാവിലെ 11-ന് കുടുംബാംഗങ്ങളുടെയും യോഗം നേതാക്കളുടെയും പ്രവർത്തകരുടെയും സാന്നിധ്യത്തിൽ പിറന്നാൾ കേക്ക് മുറിക്കും. നോക്കാമിനി പ്രധാന അറിയിപ്പുകൾ. കൊല്ലം കുന്നത്തൂർ ഐവർകാല സർക്കാർ ആയുർവേദ ആശുപത്രിയിൽ ലാബ് ടെക്നീഷ്യൻ ഒഴിവ്. താൽപ്പര്യമുള്ളവർ നാളെ രാവിലെ 10-ന് അസൽ സർട്ടിഫിക്കറ്റുകളുമായി ആശുപത്രിയിൽ എത്തണം. കോഴിക്കോട്ടെ കുന്നത്തുമിത്തൽ, മുതുവോട്ട് എന്നിവിടങ്ങളിൽ ഇന്ന് വൈദ്യുതി മുടങ്ങും. നിയന്ത്രണം രാവിലെ 7:30 മുതൽ വൈകുന്നേരം 3 മണി വരെ. എറണാകുളം കോതമംഗലം ചേലാട് ഗവൺമെന്റ് പോളിടെക്നിക്കിൽ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ ലെക്ചർ ഒഴിവ്. അഭിമുഖം നാളെ പകൽ കോളേജ് ഓഫീസിൽ. നാഷണൽ ആയുഷ് മിഷനും ഹോമിയോപ്പതി വകുപ്പും സംയുക്തമായി കൊല്ലം പെരിനാട് നാളെ വയോജന ക്യാമ്പും യോഗ പരിശീലനവും സംഘടിപ്പിക്കും. രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയാണ് ക്യാമ്പ്. വയനാട് ജില്ലയിലെ ഉപ്പട്ടി ചേരമ്പാടി സബ്സ്റ്റേഷൻ പരിധിയിൽ ഇന്ന് വൈദ്യുതി മുടങ്ങും. നിയന്ത്രണം സബ്സ്റ്റേഷനുകളിൽ അറ്റകുറ്റപ്പണി നടക്കുന്നതിനാൽ. 100 ന്യൂസിലേക്ക് വീണ്ടും നോക്കാം. ഇനി ദേശീയ വാർത്തകൾ. പാകിസ്ഥാൻ കരസേനാ മേധാവി അസിം മുനീർ നടത്തിയ പ്രസ്താവനകൾക്ക് മറുപടി നൽകി ഇന്ത്യയുടെ മുതിർന്ന പ്രതിരോധ വിദഗ്ധൻ അനിൽ ഗൗർ. കശ്മീർ ആരുടേതാണെന്ന് ലോകത്തിന് മുഴുവൻ അറിയാം. കാർഗിൽ യുദ്ധം കഴിഞ്ഞ് 75 വർഷങ്ങൾ കഴിഞ്ഞിട്ടും പ്രശ്നം പരിഹരിക്കപ്പെട്ടില്ല എന്നാണ് പാകിസ്ഥാൻ ഇപ്പോഴും വിശ്വസിക്കുന്നതെന്നും അനിൽ ഗൗർ. ചെന്നായ ഭീതി തുടരുന്ന ഉത്തർപ്രദേശിലെ ബഹ്റൈച്ചിൽ വനംവകുപ്പ് സ്നാപ് ക്യാമറകൾ സ്ഥാപിച്ചു. ചെന്നായ്ക്കളുടെ ചലനത്തെക്കുറിച്ച് അറിയുകയാണ് ലക്ഷ്യം. ഇതുവരെ മേഖലയിൽ ചെന്നായ ആക്രമണത്തിൽ 9 പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. തെലങ്കാനയിൽ കനത്ത മഴ, താഴ്ന്ന പ്രദേശങ്ങളിലെ റോഡുകളിൽ വെള്ളക്കെട്ട്, പലയിടത്തും ഗതാഗതം തടസ്സപ്പെട്ടു. ലക്നൌവിൽ കെട്ടിടം തകർന്നു വീണ് 8 പേർ മരിച്ച സംഭവത്തിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് പോലീസ്. അർമി ലാബ് ബിൽഡിംഗ് ഉടമയ്ക്കെതിരെയാണ് എഫ്ഐആർ. ശനിയാഴ്ചയുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ 28 പേർ ചികിത്സയിൽ. ഹൈദരാബാദിലെ ഹോട്ടൽ മുറിയിൽ 20 ദിവസം പെൺകുട്ടിയെ പൂട്ടിയിട്ടു. ഓൺലൈൻ വഴി പരിചയപ്പെട്ട സുഹൃത്ത് അറസ്റ്റിൽ. ഹൈദരാബാദ് പോലീസിന്റെ ഷീ ടീമാണ് കുട്ടിയെ രക്ഷപ്പെടുത്തിയത്. പശ്ചിമബംഗാളിൽ ഡോക്ടറിൽ നിന്ന് പണം തട്ടാൻ ശ്രമിച്ച 2 പേർ അറസ്റ്റിൽ. പിടിയിലായത് തൃണമൂൽ കൗൺസിലറുടെ സഹായികൾ. പ്രതികൾ ആവശ്യപ്പെട്ടത് 1 ലക്ഷം രൂപ. ഉത്തരാഖണ്ഡിൽ സ്കൂളിൽ 4 വയസ്സുകാരിയെ ബലാത്സംഗം ചെയ്യാൻ ശ്രമം. 3 ആൺകുട്ടികൾ അറസ്റ്റിൽ. പിടിയിലായ കുട്ടികളെ ജുവനൈൽ കെയറിലേക്ക് അയച്ചു. ഊട്ടോളി രാമൻ ആനയുടെ ഉടമസ്ഥാവകാശ തർക്ക വിഷയം സുപ്രീം കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. ഹർജിക്കാരനായ കൃഷ്ണൻകുട്ടിക്ക് ഇത്രയും വർഷം ആനയെ സംരക്ഷിച്ചതിന് എത്ര തുക നൽകാമെന്ന് അമൃതാനന്ദമയി മഠത്തോട് സുപ്രീം കോടതി കഴിഞ്ഞ തവണ ആരാഞ്ഞിരുന്നു. മണിപ്പൂരിൽ സുരക്ഷ ശക്തമാക്കി. ഡ്രോൺ ആക്രമണങ്ങളെ ചെറുക്കാൻ അസം റൈഫിൾസിന്റെ നേതൃത്വത്തിൽ സംവിധാനങ്ങൾ വിന്യസിച്ചു. 2025 ക്വാഡ് ഇക്കൊല്ലത്തെ ഉച്ചകോടി ഈ മാസം 21-ന് നടക്കും. ജോ ബൈഡനും ജപ്പാന്റെ ഫ്യൂമിയോ കിഷിദയും സ്ഥാനമൊഴിയുന്നതിനാൽ ക്വാഡ് സഖ്യത്തിലെ നിലവിലെ എല്ലാ നേതാക്കളും ഒരുമിച്ച് ചേരുന്ന അവസാന സമ്മേളനമാണ് ഇത്. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടു. ഒഡീഷയിലെ 5 ജില്ലകളിൽ റെഡ് അലേർട്ട്. മഴ കനക്കാൻ സാധ്യത. ഉത്തർപ്രദേശിൽ ദളിത് യുവതിയെ ബലാത്സംഗം ചെയ്ത പുരോഹിതൻ അറസ്റ്റിൽ. ദൃശ്യങ്ങൾ ചിത്രീകരിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തിയായിരുന്നു പരാതി. കർണാടകയിലെ ഭദ്ര കടുവാ സങ്കേതത്തിൽ കളകൾ പെരുകുന്നു. അതിവേഗം പടർന്നു പിടിക്കുന്ന പുതിയ കള കടുവാ സങ്കേതത്തിന്റെ ജൈവ വൈവിധ്യത്തെ ബാധിക്കുമെന്ന് വിദഗ്ധർ. വനം വകുപ്പിനെ കുറ്റപ്പെടുത്തി പരിസ്ഥിതി പ്രവർത്തകരും രംഗത്ത്. കർണാടകയിലെ മധുഗിരിയിൽ കാറുകൾ കൂട്ടിയിടിച്ച അപകടം. 5 പേർ മരിച്ചു, 3 പേർക്ക് ഗുരുതര പരിക്ക്. സംഭവത്തിൽ പോലീസ് കേസെടുത്തു. രാജ്യാന്തര വാർത്തകൾ. ഗസയിൽ ആക്രമണം കടുപ്പിച്ച് ഇസ്രായേൽ. 24 മണിക്കൂറിനിടെ ഉണ്ടായ ആക്രമണത്തിൽ 31 പലസ്തീനികൾ കൊല്ലപ്പെട്ടു. നിരവധി പേർക്ക് പരിക്ക്. ഗസയിലെ 69% കുട്ടികൾ പോളിയോ വാക്സിന്റെ ആദ്യ ഡോസ് സ്വീകരിച്ചതായി ഗസ ആരോഗ്യ മന്ത്രാലയം. വാക്സിൻ സ്വീകരിച്ചവരിൽ 49% പേരും പെൺകുട്ടികൾ. സുഡാനിലെ ആരോഗ്യ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിന് ലോകരാജ്യങ്ങളുടെ പിന്തുണ ആവശ്യമെന്ന് WHO ഡയറക്ടർ ജനറൽ ടെഡ്രോസ് അദാനം ഗബ്രിയേസസ്. സുഡാൻ ആരോഗ്യമന്ത്രി ഹൈത്തം മുഹമ്മദ് ഇബ്രാഹിമുമായി നടത്തിയ ചർച്ചയ്ക്ക് പിന്നാലെയാണ് പ്രതികരണം. ദക്ഷിണ കൊറിയയിലേക്ക് വീണ്ടും മാലിന്യം നിറച്ച ബലൂണുകൾ പറത്തിവിട്ടു ഉത്തര കൊറിയ. പുതുതായി 200 മാലിന്യ ബലൂണുകൾ രാജ്യത്തെത്തിയതായി ദക്ഷിണ കൊറിയൻ സൈന്യം. ബൊളീവിയയിൽ കാട്ടുതീ വ്യാപിക്കുന്നു. ഏക്കർ കണക്കിന് വനഭൂമി കത്തിനശിച്ചു. രാജ്യത്ത് അടിയന്തരാവസ്ഥ തുടരുന്നു. വിയറ്റ്നാമിൽ വീശിയടിച്ച യാഗി ചുഴലിക്കാറ്റ്. 9 മരണം, 18 പേർക്ക് പരിക്ക്. 30 വർഷത്തിനിടെ രാജ്യത്തുണ്ടായ ഏറ്റവും വലിയ ചുഴലിക്കാറ്റാണിത്. ബലൂചിസ്ഥാനിലെ കലാറ്റിൽ പാക് സൈന്യവുമായുണ്ടായ ഏറ്റുമുട്ടലിൽ 2 പേർ കൊല്ലപ്പെട്ടു.
പാക് സൈന്യത്തിൽ ചേരാനുള്ള അഭ്യർത്ഥന നിരസിച്ചതിന് പിന്നാലെ ഇരുവരെയും സൈന്യം വധിക്കുകയായിരുന്നുവെന്ന് റിപ്പോർട്ട്. തായ്വാൻ മേഖലയിൽ വീണ്ടും പ്രകോപനവുമായി ചൈന. 7 ചൈനീസ് സൈനിക വിമാനങ്ങളും 6 നാവിക കപ്പലുകളും രാജ്യാതിർത്തിയിലെത്തിയതായി തായ്വാൻ പ്രതിരോധ മന്ത്രാലയം. ജോർദാനിൽ നിന്ന് അതിർത്തി കടന്നെത്തിയ തോക്കുധാരി നടത്തിയ വെടിവെപ്പിൽ 3 ഇസ്രയേലികൾ കൊല്ലപ്പെട്ടു. ജോർദാനുമായുള്ള 3 അതിർത്തികളും അടച്ച് ഇസ്രയേൽ നിയന്ത്രണമുള്ള കാർഗോ പരിസരത്ത് വെച്ചാണ് ആക്രമണം ഉണ്ടായതെന്ന് ഇസ്രയേൽ സൈന്യം. ന്യൂ കാലിഡോണിയയിൽ ഭൂചലനം 5.4 തീവ്രത രേഖപ്പെടുത്തി. സുനാമി മുന്നറിയിപ്പില്ല, ആളപായം ഇല്ല. റിയാദ് മെട്രോ റെയിൽ ഈ വർഷം അവസാനത്തോടെ പ്രവർത്തനം തുടങ്ങും. പദ്ധതിയുടെ നിർമ്മാണ കരാർ കമ്പനിയായ അൽ മജൽ അൽ അറബിയുടെ സിഇഒ ഫഹദ് അൽ ഫരാരിയാണ് ഇക്കാര്യം അറിയിച്ചത്. കുവൈത്തിൽ സ്വദേശികൾക്കും വിദേശികൾക്കും ബയോമെട്രിക് നടപടികൾ പൂർത്തിയാക്കുന്നതിനായി പ്രവർത്തിക്കുന്ന കേന്ദ്രങ്ങൾ ദിവസവും രാവിലെ 8 മണി മുതൽ രാത്രി 10 മണി വരെ പ്രവർത്തിക്കും. സ്വദേശികൾക്ക് ബയോമെട്രിക് വിവരങ്ങൾ നൽകാനുള്ള സമയപരിധി സെപ്റ്റംബർ 30-നും വിദേശികൾക്ക് ഡിസംബർ 31-നും അവസാനിക്കും. ഷാർജയിൽ നിർമ്മാണത്തിലിരുന്ന സ്കൂളിന്റെ മേൽക്കൂര തകർന്ന് 2 മരണം, 3 പേർക്ക് പരിക്കേറ്റു. ഷാർജ കാൽബയിലാണ് സംഭവം. പരിക്കേറ്റവരുടെ ആരോഗ്യനില ഗുരുതരമല്ലെന്ന് അധികൃതർ. US ഡ്രോൺ വെടിവെച്ചിട്ടതായി യമനിലെ ഹൂത്തികൾ. MQ-9 ഡ്രോൺ യമനിലെ മരീബ് പ്രവിശ്യയിൽ വെച്ചാണ് തകർത്തത്. ഇത് സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. ഖത്തറിൽ പക്ഷിവേട്ട സീസൺ പുരോഗമിക്കുന്നു. അധികൃതരുടെ അനുമതിയോടും കർശനമായ നിയന്ത്രണങ്ങളോടും കൂടിയാണ് വേട്ട. പക്ഷിവേട്ട ഫെബ്രുവരി 15 വരെ തുടരും. സൗദിയിൽ സ്ഥാപനങ്ങളിലെ CCTV ദൃശ്യങ്ങൾ അനുമതിയില്ലാതെ കൈമാറ്റം ചെയ്യുകയോ പ്രസിദ്ധീകരിക്കുകയോ ചെയ്താൽ കടുത്ത പിഴ ലഭിക്കാവുന്ന നിയമം പ്രാബല്യത്തിൽ. സൗദി ആഭ്യന്തര മന്ത്രാലയമാണ് രാജ്യത്തെ സ്ഥാപനങ്ങളുടെ സുരക്ഷാ ക്യാമറകളുമായി ബന്ധപ്പെട്ട നിയമലംഘനങ്ങൾ പുറത്തിറക്കിയത്. ബിസിനസ് വാർത്തകൾ. പുനരുപയോഗ ഊർജ്ജം പ്രോത്സാഹിപ്പിക്കാൻ പദ്ധതിയുമായി ഗുജറാത്ത് സർക്കാർ 2024-25 സാമ്പത്തിക വർഷത്തിൽ വിവിധ സർക്കാർ കെട്ടിടങ്ങളിൽ 48 മെഗാവാട്ട് സോളാർ റൂഫ് ടോപ്പ് സ്ഥാപിക്കും. വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ കോച്ചുകൾ നിർമ്മിക്കാൻ റെയിൽവേക്ക് സ്റ്റീൽ വിതരണം ചെയ്ത് ജിൻഡാൽ സ്റ്റെയിൻലെസ് 301L ഗ്രേഡ് ഓസ്റ്റെനിറ്റിക് സ്റ്റെയിൻലെസ് സ്റ്റീലാണ് വിതരണം ചെയ്തത്. ഇലക്ട്രിക് കാറുകളുടെ വില കുറഞ്ഞേക്കും. ഇന്ത്യയിൽ തന്നെ ലിഥിയം ബാറ്ററികൾ നിർമ്മിക്കാൻ പദ്ധതി. നിലവിൽ ചൈനയിൽ നിന്നടക്കം ഇറക്കുമതി ചെയ്യുന്നത്. നോക്കാം ഇനി കായിക വാർത്തകൾ. ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി ഹോക്കിയിൽ ഇന്ത്യക്ക് ഇന്ന് 2ാം മത്സരം. ഉച്ചയ്ക്ക് 1:15 തുടങ്ങുന്ന മത്സരത്തിൽ ജപ്പാനാണ് എതിരാളികൾ. സൂപ്പർ ലീഗ് കേരള ഫുട്ബോളിൽ ഇന്ന് തൃശൂർ മാജിക് FC കണ്ണൂർ വാരിയേഴ്സ് പോരാട്ടം. രാത്രി 7:30 മഞ്ചേരി സ്റ്റേഡിയത്തിലാണ് മത്സരം. ഇന്ത്യൻ താരം CK വിനീതാണ് തൃശൂർ മാജിക് FCയുടെ ക്യാപ്റ്റൻ. കണ്ണൂർ വാരിയേഴ്സ് ഇറങ്ങുന്നത് സ്പാനിഷ് താരങ്ങളുടെ കരുത്തിൽ. കേരള ക്രിക്കറ്റ് ലീഗിൽ തൃശൂർ ടൈറ്റൻസിന് 2ാം ജയം. കൊച്ചി ബ്ലൂ ടൈഗേഴ്സിനെ 7 വിക്കറ്റിന് തോൽപ്പിച്ചു. 136 റൺസ് വിജയലക്ഷ്യം 15 ഓവറിൽ തൃശൂർ മറികടന്നു. പുറത്താകാതെ 63 റൺസ് എടുത്ത ക്യാപ്റ്റൻ വരുൺ നായരാണ് തൃശൂരിന്റെ വിജയശില്പി. ഇന്റർ കോണ്ടിനെന്റൽ കപ്പ് ഫുട്ബോളിൽ കിരീടം ലക്ഷ്യമിട്ട് ഇന്ത്യ ഇന്നിറങ്ങും. രാത്രി 7:30 ഹൈദരാബാദിൽ നടക്കുന്ന മത്സരത്തിൽ സിറിയയാണ് എതിരാളികൾ. നിലവിലെ ചാമ്പ്യന്മാരായ ഇന്ത്യക്ക് കിരീടം നിലനിർത്തണമെങ്കിൽ ജയം അനിവാര്യം. പ്രീ സീസൺ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ജയം. എതിരില്ലാത്ത 2 ഗോളിന് മുഹമ്മദൻ സെസ്സിയെ തോൽപ്പിച്ചു. നോഹ സദോയും യഹൻബ മെയ്റ്റിയുമാണ് ഗോൾ നേടിയത്. കേരള ക്രിക്കറ്റ് ലീഗിൽ കൊല്ലം സെയിലേഴ്സിന് 4ാം ജയം. ട്രിവാൻഡ്രം റോയൽസിനെ 6 വിക്കറ്റിന് പരാജയപ്പെടുത്തി. അർദ്ധ സെഞ്ചുറി നേടിയ സച്ചിൻ ബേബിയാണ് കളിയിലെ താരം. US ഓപ്പൺ ടെന്നീസ് കിരീടം യാനിക് സിന്നർക്ക്. ഫൈനലിൽ അമേരിക്കയുടെ ടൈലർ ഫ്രിറ്റ്സിനെ തോൽപ്പിച്ചു. സിന്നറുടെ 2ാം ഗ്രാൻഡ് സ്ലാം കിരീട നേട്ടമാണ് ഇത്. 100 ന്യൂസിലേക്ക് വീണ്ടും നോക്കാം ഇനി കലാ സാംസ്കാരിക സിനിമാ വാർത്തകൾ. മോഹൻലാൽ ചിത്രം വീണ്ടും റീ റിലീസിന്. മണിരത്നവും മോഹൻലാലും ഒരുമിച്ച തമിഴ് ചിത്രം ഇരുവർ. രഞ്ജിത്ത്, ഷാജി കൈലാസ്, മോഹൻലാൽ ടീമിന്റെ 6ാം തമ്പുരാൻ എന്നിവയാണ് റീ റിലീസിന് തയ്യാറെടുക്കുന്നത്.
സി പ്രേംകുമാർ രചനയും സംവിധാനവും നിർവഹിക്കുന്ന ചിത്രം മെയ്യഴകന്റെ ടീസർ പുറത്ത്. ജ്യോതികയും സൂര്യയും ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത്. ഈ മാസം 27 ചിത്രം തിയേറ്ററുകളിലെത്തും. കലാഭവൻ മണിയുടെ ഗാനത്തിന് ചുവടുവെക്കുന്ന യുവാക്കളുടെ വീഡിയോ വൈറലാവുന്നു. കോഴിക്കോട് നിന്നുള്ള ദൃശ്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ തരംഗമാവുന്നത്. UAE സ്വദേശി ഖാലിദ് അൽസറൂനി നിർമ്മിച്ച് മെഹബൂബ് വടക്കാഞ്ചേരി സംവിധാനം നിർവഹിച്ച ഹ്രസ്വചിത്രം 17 റുപ്പീസ് ഓണത്തിന് യൂട്യൂബിൽ റിലീസാവും. വർണ്ണവിവേചനം പ്രധാന വിഷയമാക്കി അവതരിപ്പിച്ച ഈ ചിത്രത്തിന്റെ ക്യാമറയും എഡിറ്റിംഗും നിർവഹിച്ചിരിക്കുന്നത് സിനിമ അസോസിയേറ്റ് ഡയറക്ടറായ ആമിർ ആമിയാണ്. ടിബറ്റൻ വരികളുമായി കിഷ്കിന്ദ കാണ്ഡത്തിലെ ലിറിക്കൽ വീഡിയോ. വാനർ ലോകം എന്ന ഗാനത്തിന്റെ ലിറിക്കൽ വീഡിയോ പുറത്തുവിട്ടു. നോക്കാമിനി വൈറൽ ട്രെൻഡ്സ്. ബാല്യകാല ഓർമ്മകൾ നമുക്കെല്ലാവർക്കും പ്രിയപ്പെട്ടതാണ്. മനോഹരമായ ഒരു ബാല്യകാലം ഓർമ്മിപ്പിക്കുന്ന ഒരു വീഡിയോ ആണ് ഇപ്പോൾ വൈറലാവുന്നത്. സ്കൂൾ മുറ്റത്തെ വിദ്യാർത്ഥികളുടെ വ്യത്യസ്തമായ ഒരു ഫുട്ബോൾ കളിയാണ് വൈറൽ. വീഡിയോ ഏറ്റെടുത്ത് നെറ്റിസൺ. ഇനി ഒരു തകർപ്പൻ ഡാൻസ് കാണാം. വീഡിയോ വൈറൽ. ഫാക്ട് ചെക്ക്. അന്തരിച്ച പ്രശസ്ത പിന്നണി ഗായിക ലതാ മങ്കേഷ്കറിന്റെ അവസാന വാക്കുകൾ എന്ന രീതിയിൽ ഒരു സന്ദേശം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്. മരണത്തെക്കാൾ സത്യമായതൊന്നും ലോകത്തില്ല എന്ന രീതിയിലുള്ള ദീർഘമായ സന്ദേശമാണിത്. പ്രചരിക്കുന്ന സന്ദേശം തെറ്റിദ്ധരിപ്പിക്കുന്നതാണ്. 2018 അന്തരിച്ച ഫാഷൻ ബ്ലോഗറുടേതാണ് ഈ സന്ദേശം. ലേറ്റസ്റ്റ് ന്യൂസ്. തൃണമൂൽ കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച ജവഹർ സർക്കാരിനെ അനുനയിപ്പിക്കാൻ നേതൃത്വം. ജവഹറിനെ ഫോണിൽ വിളിച്ച് മമതാ ബാനർജി. രാജ്യസഭാ MP സ്ഥാനം രാജിവെക്കാനുള്ള തീരുമാനം പുനഃപരിശോധിക്കണമെന്ന് മമത. കെനിയയിലെ സ്കൂളിൽ തീപിടുത്തം. കെട്ടിടം പൂർണ്ണമായി കത്തിനശിച്ചു. ആളപായമില്ലെന്ന് റിപ്പോർട്ട്. SN കോളേജ് സുവർണ ജൂബിലി ഫണ്ട് തട്ടിപ്പ് കേസ് സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കും. വെള്ളാപ്പള്ളി നടേശനെതിരായ തുടരന്വേഷണം റദ്ദാക്കിയ ഉത്തരവ് സുപ്രീം കോടതി സ്റ്റേ ചെയ്തിരുന്നു. ഭാരത് ജോഡോ യാത്ര രാഷ്ട്രീയത്തിൽ സ്നേഹത്തിന്റെ ആശയം അവതരിപ്പിച്ചെന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. ജോഡോ യാത്ര വെറുപ്പിനെതിരായ പോരാട്ടമാണ്. യഥാർത്ഥ ജനകീയ പ്രശ്നങ്ങളെ മുഖ്യധാരയിലെത്തിക്കാൻ ജോഡോ യാത്ര കൊണ്ട് സാധിച്ചെന്നും രാഹുൽ ഗാന്ധി USA. മഹാരാഷ്ട്രയിലെ BJP നേതാക്കളുമായി ചർച്ച നടത്തി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ വിലയിരുത്തി. മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസ്, സംസ്ഥാന BJP അധ്യക്ഷൻ ചന്ദ്രശേഖർ ബവൻകുലെ എന്നിവരും പങ്കെടുത്തു. നോക്കാം ഇപ്പോൾ കിട്ടിയ പ്രധാന വാർത്തകൾ. തെലങ്കാനയിൽ 9ാം ക്ലാസ്സുകാരിയെ കൂട്ടബലാത്സംഗത്തിനിരയാക്കി. സംഭവം തെലങ്കാനയിലെ സിദ്ദിപ്പേട്ടിൽ. 3 യുവാക്കൾ പോലീസ് കസ്റ്റഡിയിൽ. കാലാവസ്ഥാ പ്രതിഭാസം മൂലം മൊറോക്കോ വെള്ളപ്പൊക്ക ഭീതിയിൽ. വെള്ളപ്പൊക്കത്തിൽ 4 മരണം. 14 പേരെ കാണാതായതായി മൊറോക്കൻ ഭരണകൂടം. 100 ന്യൂസ് പൂർത്തിയാവുകയാണ്. ഇനി പ്രഭാത വാർത്ത കാണാം. പ്രേക്ഷകർക്കൊപ്പം ഗോകുൽ രവിയെത്തും. നമസ്കാരം. This is 24.